മേളകുലാദ്രുതൻ താളവിലോളിതൻ സംഗീത സാരസ്വത സമ്മോഹനാന്തോളന സാരസ്യം പകരുന്ന വാദ്യവിശാരദൻ. ചെണ്ട ഒരു വന്യമൃഗമാണ്. നന്നായി വലിച്ചു മുറുക്കിയ ഒരു ചെണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വന്യമൃഗത്തിൻ്റെ ശബ്ദത്തിന് സമാനമാണ്. അതുപോലെ തന്നെ ചെണ്ട ഒരു കലാരൂപത്തിന് പ്രയോഗിക്കാൻ അനുസൃതമായി പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വന്യമൃഗത്തെ മെരുക്കുന്നത് പോലെ സാഹസികവുമാണ്. അത്തരത്തിൽ വളരെ സാഹസികമായി അനിയന്ത്രിതമായ ശബ്ദമുള്ള ഈ വാദ്യത്തെ മെരുക്കിയെടുക്കുക എന്ന വലിയ കർത്തവ്യമാണ് കേരളത്തിലെ വാദ്യ കലാകാരന്മാർ നിർവഹിച്ചതും ഇന്ന് നിർവഹിച്ചു പോരുന്നതും. പല ശൈലികളിലൂടെ പ്രതിഭാധനരായ നിരവധി വാദ്യ കലാകാരന്മാരിലൂടെ വികസിച്ചു വന്ന ഒരു ചരിത്രമാണ് തായമ്പകയ്ക്കുള്ളത്. ഈ കലയുടെ ചരിത്രത്തിലെ ഇതുവരെയുള്ള സദ്ഫലങ്ങളെല്ലാം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കാണണമെങ്കിൽ തീർച്ചയായും സമകാലിക വാദ്യകലാരംഗത്തെ ഏറ്റവും പ്രതിഭാധനരായ കലാകാരന്മാരിൽ ഒരാളായ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ വാദ്യവാദനമാണ് കേൾക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് മട്ടന്നൂർ ശങ്കരൻകുട്ടീനെ സംബന്ധിച്ച് ചെണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ അടിയന്തരക്കാരനാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഒരു ശംഖിൻ്റെ ശബ്ദം, എടക്കയുടെ ശബ്ദം, ചെണ്ടയുടെ ശബ്ദം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അമ്മയുടെ താരാട്ട് പാടുന്ന കേട്ട് വളരണം കുട്ടികൾ എന്ന് പറയുന്നത്. എനിക്കുള്ള ആ പാട്ടിന് പകരം ഇതൊക്കെ ഉണ്ടായത്. ഇതാണ് എൻ്റെ മനസ്സിൽ പതിയുന്നത്. അപ്പോൾ ചെണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാമാണ് എന്നൊരു തോന്നൽ ആ ജനനം മുതലേ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം.
ഏഴ് വയസ്സ് മുതൽ ഞാൻ തായമ്പക അഭ്യസിച്ചു തുടങ്ങി. അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ചതും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ അടിയന്തര ജോലി 5 വയസ്സ് മുതൽ തന്നെ അമ്പലത്തിൽ പോയി അറിയാണ്ട് പൂജക്ക് കൂട്ടുക. അറിയാണ്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൊട്ട് കേട്ടിട്ട് കൃത്യമായിട്ട് അറിഞ്ഞു കൊട്ടുക. പക്ഷേ നമ്മൾ അതിനു മുമ്പേ ആരും പഠിപ്പിച്ചില്ല. അപ്പോൾ അത് ആ കൊട്ടൊക്കെ കേട്ടപ്പോൾ അച്ഛന് തോന്നിയൊരു വിഷയമാണ്, ഇതിനെക്കുറിച്ച് കൊട്ട് പിടിപ്പിച്ചാൽ തിരക്കോടൊന്നും ഉണ്ടാവില്ല എന്ന് അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. കൊട്ട് പഠിക്കാൻ പോണ്ടെന്ന് പറയാനുള്ള കാരണം എന്നാ, നീ ചെറിയ കുട്ടിയാണ്, അങ്ങ് വളരെ ദൂരെ പോയി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെ, അതുകൊണ്ട് ഇവിടെ അച്ഛൻ ഇവിടെ തായമ്പക പഠിപ്പിച്ചല്ലോ ഓർമ്മയുണ്ട് അമ്മക്ക്? ഈ അകത്തിരുന്നിട്ട് ഉണ്ടാ അച്ഛൻ ഓർമ്മ നിന്ന ഗംഗന ഉമാവതി ഇവർ 3-4 അതെ അതെ, അതാ ചോദിച്ചാൽ അത് ഓർമ്മയില്ല നമുക്ക്? കുറേശ്ശെ ഓർമ്മയുണ്ട്. അതെ, അതിന്റെ ഈ തെക്കകത്ത് ഇരുന്നിട്ടല്ലേ പഠിപ്പിച്ചത്? ഇല്ല, പക്ഷെ അരങ്ങേറ്റം എൻ്റെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അരങ്ങേറ്റം മറ്റേ അവർ രണ്ടാളും ഏട്ടൻ കുമാരനെ നിർത്തിപ്പോയല്ലോ. പിന്നെ അവരൊന്നും പഠിച്ചില്ല. എൻ്റെ അരങ്ങേറ്റമൊക്കെ ഓർമ്മയുണ്ട് അമ്മക്ക്? അരങ്ങേറ്റം കഴിഞ്ഞ അരങ്ങേറ്റം ഓർമ്മയുണ്ട് കുറേശ്ശെ. അമ്പലത്തില് അന്നെല്ലാം കുഞ്ഞിരാമാരാർ അവരൊക്കെ അല്ലേ അന്ന് അമ്പലത്തിൽ യജമാനൻ ഉണ്ടായിരുന്നല്ലോ. അതെ, അപ്പൊ അരങ്ങേറ്റം ഗമായിട്ട് കഴിച്ചത്. അതെ, അന്ന് ചെണ്ടൊക്കെ എടുത്തു തന്ന കുഞ്ഞിരാമാരാശാനാണ്. ചെണ്ട എടുത്തു തന്നതേ മദ്ദളാശാനായിരുന്നു, കുഞ്ഞിരാമാരാശാൻ. അവരാണല്ലോ അന്ന് ഇവിടെ എല്ലാം നടത്തിക്കുന്നത്. വടക്കേ മലബാറിലുള്ള വാദ്യം മുഴുവൻ അവരാണല്ലോ ഏറ്റു നടത്തുന്നത് ആ കാലത്ത്. ഓർമ്മയില്ല നമുക്ക്? കൊട്ടുന്ന അവരേ ഉള്ളു, ഈ ഭാഗത്തൊന്നും കൊട്ടുകാരില്ല. വേറില്ലല്ലോ. അതൊന്നും എനിക്ക് കൊട്ടിന് അത്ര വലിയ താല്പര്യമില്ലാതെ. അതെ, പിന്നെ ഈ അത് കഴിഞ്ഞിട്ട് സദനത്തിൽ പോകുമ്പോഴേ അതല്ലേ അമ്മക്ക് പിടിക്കാതിരുന്നത്? സദനത്തിൽ പോകണ അത് പിടിക്കാത്ത അഥവാ കൊട്ടി നടക്കാത്ത വീടെല്ലാം കൊട്ടി നടന്നാൽ മതി. കൊട്ടിയെടുക്കാൻ ആരുമില്ല, ഒരു ആൺകുട്ടികളില്ല. അച്ഛൻ തേങ്ങി പോയാൽ അതുകൊണ്ട് മനസ്സിലായി. അതെ, ഒരു 10-30 വർഷം മുമ്പ് ആലപ്പുഴയിൽ, ആ പ്രദേശത്ത് അധികം തായമ്പകയൊന്നും നടക്കാറില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മികച്ച തായമ്പക സംഘടിപ്പിക്കാം എന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി നേരെ കലാകാരന്മാരെ പോയി കണ്ടു. 2 പ്രധാന കലാകാരന്മാരെയാണ് ഉദ്ദേശിച്ചത്. ഒന്ന് പൂക്കാട്ടിരി ദിവാകര പൊതുവാൾ, മറ്റേത് കല്ലൂർ രാമൻകുട്ടി. ഇതിൽ പൂക്കാട്ടിരി ദിവാകര പൊതുവാൾ ഒരു മലമക്കാവ് സമ്പ്രദായം പിന്തുടരുന്ന ആളാണ്. കല്ലൂർ രാമൻകുട്ടി നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പാലക്കാടൻ സമ്പ്രദായം പിന്തുടരുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 പേരുടെയും ഈ 2 സമ്പ്രദായങ്ങളുടെ ഒരു സമന്വയം എന്നൊരു സംഗതി കൂടി നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് പൂക്കാട്ടിരി ദിവാകര പൊതുവാളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, കല്ലൂർ രാമൻകുട്ടി തിരക്കേടൊന്നുമില്ല, പക്ഷേ ശങ്കരനായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു യോജിപ്പുണ്ടായേനെ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കല്ലൂർ രാമൻകുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹവും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്, ശങ്കരനായിരുന്നെങ്കിൽ കുറച്ചുകൂടി യോജിപ്പുണ്ടായേനെ ഡബിൾ തായമ്പയാകുമ്പോഴേക്കും എന്ന് പറഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞാൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ഏറ്റവും ഒരു പ്രധാന സവിശേഷത അതാണ്. ഈ തായമ്പകയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലുള്ള ഏത് സംഗതിയും അല്ലെങ്കിൽ ആ കൊട്ടിൻ്റെ പല വഴികളെ ഇദ്ദേഹം ഒരേപോലെ തന്നെ സ്വാംശീകരിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഈ തായമ്പകയുടെ ഒരു ചരിത്രം ഞാനിപ്പോൾ തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും മലമക്കാവ് സമ്പ്രദായമുണ്ട്, അതേപോലെ തന്നെ പാലക്കാടൻ സമ്പ്രദായമുണ്ട്. ഇത് രണ്ടുമല്ലാതെ ഇതിൽ 2ലും വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്. തീയാടി നമ്പ്യാരെ പോലുള്ള ആളുകളുണ്ട്. എന്നാൽ ഈ രണ്ടുമല്ലാത്ത രീതിയിലുള്ള പോരൂർ ശങ്കുണ്ണിമാരെ പോലുള്ളവരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കൊട്ടുവഴികൾ പലതും വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ കൊട്ടുവഴികളെല്ലാം ഒരാളിൽ വന്ന് സമന്വയിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. അതാണ് തായമ്പകയെ
ആധുനികവൽക്കരിക്കുന്ന മോഡേണൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അതായത് നമുക്ക് ഇന്ന് മട്ടന്നൂർ ശങ്കരേട്ടൻ്റെ തായമ്പക കേട്ടിട്ട് ഇത് പാലക്കാടൻ സമ്പ്രദായമാണോ മലമക്കാവ് സമ്പ്രദായമാണോ എന്ന് വേർതിരിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് പാലക്കാടൻ സമ്പ്രദായത്തിൻ്റെ ഉള്ള സവിശേഷതകൾ അറിയാം, മലമക്കാവ് സമ്പ്രദായത്തിൻ്റെ ഉള്ള സവിശേഷതകൾ അറിയാം. പക്ഷേ ഇത് രണ്ടും കൂടി ഒരു എന്താ പറയുക, കൊട്ടിനെ കൂടുതൽ ശൈലീവൽക്കരിച്ചുകൊണ്ട് സ്റ്റൈലൈസ് ചെയ്തുകൊണ്ട് സ്വന്തമായൊരു ശൈലി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് വാസ്തവത്തിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെയ്യുന്നത്. ഞാനിവിടെ വന്ന കൊല്ലം വാസവന് ഓർമ്മയില്ലേ? 65-66 അതല്ല 66 ജൂണില് അല്ല ജൂലൈ ആയിരിക്കണം. അതെ, ഇവിടെ കർക്കിടക മാസം അഭ്യാസത്തിന് അതിന് മുമ്പേ എടുത്തു തോന്നുന്നു. അപ്പോൾ തുടങ്ങാൻ വന്നത് ചേരാൻ വരുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ വന്ന് ചേർന്ന ഉടനെ ഉള്ളൊരു കളരി അവിടെ തന്നെയായിരുന്നല്ലോ. താമസം ഇവിടെ ആയിരുന്നു ആദ്യം, ഇവിടെ ആയിരുന്നല്ലേ? ഇതിൻ്റെ അപ്പുറത്ത് താമസം ഇവിടെ മുകളിലൊരു റൂമൊക്കെ ആയിട്ട് ഇതിൻ്റെ മുകളിൽ. അതെ, എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ജ്യോതിയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നീടാണ് ഇവിടുന്ന് മുഴുവനായിട്ട് അവിടേക്ക് മാറ്റിയതെന്നാണ് എൻ്റെ കളരിയിൽ രണ്ടാമതൊരു കെട്ടിടം കെട്ടി. തായമ്പക കഥകളി വിദ്യാർത്ഥി മേളത്തിന് ചെണ്ട മതളം ആക്കുമ്പോൾ തായമ്പക കുട്ടിക്കും തായമ്പക ഒരുവിധം നിശ്ചണ്ട കുട്ടികളെ ഇതിന് എടുക്കുള്ളൂ. തായമ്പകയാണ് ആദ്യം പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കഥകളിക്കൊട്ടിൻ്റെ കാര്യം അതിൻ്റെ കലാശങ്ങളും ഒക്കെ ഇപ്പോൾ ഒരു 5-6 മാസം മതി അതിൻ്റെ കലാശങ്ങളും എല്ലാം കൂടി മനസ്സിലാക്കി വയ്ക്കാൻ. പക്ഷേ ആ ഒരു സന്ദർഭവും കഥയുടെ സന്ദർഭവും ആ രംഗത്തിൻ്റെ സന്ദർഭം ഒഴിക്കുക. അടുത്ത രംഗം എന്താണ്, ആ ഒരു തുടർച്ച കിട്ടാൻ നമുക്ക് പരിചയവും കുട്ടിപ്പരിചയവും അങ്ങനെയൊക്കെ വേണം. അപ്പോൾ കളരിയിൽ കൊട്ടിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി തായമ്പക അന്ന് പഠിപ്പിക്കാൻ വകുപ്പില്ല ശരിക്കും. കഥകളിക്കൊട്ടുള്ള തായമ്പക കേമാക്ക അങ്ങനെ. അപ്പോൾ എൻ്റെ ആശാൻ അങ്ങനെ കൊട്ടിച്ചിട്ടുണ്ട്. എനിക്കുള്ള ഒരു ന്യായം അതായിരുന്നു. ചെമ്പക്കൂറൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. ഞങ്ങൾ ഇത് പ്രകാരം അടന്തക്കൂറാണ് അവിടെ ആദ്യം പഠിപ്പിക്കുക. അപ്പോൾ ഓരോരോ ശങ്കുണ്ടിമാരെ ഒരു പാരമ്പര്യം എന്തോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും ഇവിടെ വന്ന് ചെമ്പക്കൂറ് പഠിച്ചു. ചെമ്പക്കൂറും അടന്തക്കൂറും വിസ്തരിച്ച് മൂപ്പരെ പഠിപ്പിച്ചു. ആ ഒരു അനുഭവ സമ്പത്ത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ശങ്കരനെ തായമ്പയും കൂടി പഠിപ്പിക്കാൻ, അത് വിസ്തരിച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ രീതിയിൽ തന്നെ നടക്കുകയും ചെയ്തു. ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തതും ശിഷ്യൻ സ്വീകരിച്ചതുമൊക്കെ അത് മുതൽ മുടക്ക് മാത്രമാണ്. പിന്നീട് അവനവൻ്റെ സ്വന്തമായിട്ട് അങ്ങോട്ട് ആവുമ്പോൾ അതിന് നമ്മളുടെ ഭാവനയും നമ്മളെ സ്വന്തം ആലോചനകളും എല്ലാം വരണമല്ലോ. അത് വരുമ്പോൾ ഓരോരുത്തരെയും ഒരു തായമ്പകല്ലേ ഉള്ളൂ, എല്ലാവർക്കും ആ ഒരു തായമ്പ കൊട്ടിയപ്പോൾ ഓരോരുത്തരെയും തായമ്പയ്ക്ക് വ്യത്യാസം വരണം. എന്താ അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഭാവനയ്ക്കും മറ്റതുള്ള ആ ഒരു വ്യത്യാസമുണ്ട്.
മട്ടന്നൂരിൽ നിന്ന് വിട്ടപ്പോൾ ഞാൻ 100% രക്ഷപ്പെട്ടു എന്നുള്ള മനസ്സിലാണ് വന്നത്. കാരണം അവിടുത്തെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ പോവുക, കടയിൽ പോവുക, സാധനം മേടിക്കുക, ഇതൊന്നൊരു രക്ഷപ്പെടാൻ. കൊട്ട് പഠിക്കാൻ എനിക്ക് വിഷമമുണ്ടായിട്ടാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ആ ഗുരുകടാക്ഷവും ഈശ്വരാധീനം കൊണ്ട് എത്തിപ്പെട്ട സദനാണ് ഈ ഇപ്പോൾ നമ്മളിരിക്കുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് പട പേടിച്ച് പന്തളത്ത് പോയാലുള്ള അവസ്ഥ എന്ന് പഴയ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് അവിടെ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് അമ്പലത്തിൽ 4 ശംഖൂദയമുണ്ട്, ഇല്ല 9 കൃത്യമായിട്ട് പറയാൻ. ഇവിടെ വന്ന് നോക്കും 2:50 എഴുന്നേൽക്കണം. 3 മണി മുതൽ സാധകം തുടങ്ങണം, 6:30 വരെ. വയസ്സ് 12 ആണ്. ആ കുട്ടിക്കാലം യഥാർത്ഥത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് മട്ടന്നൂർ തന്നെ എത്തിയാൽ മതിയെന്നും എന്നുള്ളൊരവസ്ഥയായി. കാരണം എന്നെ അച്ഛൻ അന്നൊരു കാര്യം ചെയ്തു. അന്ന് കലാമണ്ഡലവും സ്ഥാപനമൊക്കെ ഉള്ള കാലത്തും എന്നെ ഈ സ്ഥാപനത്തിൽ ഗാന്ധി സേവാ സദനത്തിൽ ചേർക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസം കൂടിയുണ്ട്. വെറും കൊട്ട് മാത്രമല്ല, കഥകളി വിഷയത്തിലാണ് വന്നതെങ്കിലും ആവശ്യമുള്ള കുട്ടികൾക്ക് സ്കൂൾ പഠിക്കാനുള്ള സൗകര്യം. അത് 10ാം ക്ലാസ് TTC വരെയുള്ള സ്ഥാപനമായിരുന്നത്. ഒരു ഗാന്ധിയൻ ആദർശത്തിൽ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന സ്ഥാപനമായിരുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും ഒരു എഴുതാനും വായിക്കാനും ഒക്കെ അറിയണമെന്ന് അച്ഛൻ്റെ മോഹത്തിൽ, അങ്ങനെയാണ് ഞാൻ സദനത്തിലെത്താൻ കാരണം. വെക്കേഷൻ തുടങ്ങണത്, ഓണം വെക്കേഷൻ ആയാലും ക്രിസ്മസ് വെക്കേഷൻ ആയാലും ഒക്കെ തുടങ്ങണത് ഒരു ഉച്ചവരെയുള്ള ചൊല്ലിയാട്ടം കഴിഞ്ഞിട്ട് നിർത്തുക. ചിലപ്പോൾ കുമാരനാശാൻ എല്ലാ കൊല്ലമൊന്നുമല്ല, സന്താനഗോപാലത്തെ സുഹൃദാസഹമരൂക എന്നുള്ള ആ രംഗം ചെയ്യിക്കും. അത് അന്ന് ഉണ്ടായോന്നല്ല, എല്ലാ വെക്കേഷൻ തുടങ്ങണത് ചിലപ്പോൾ ഈ പദം ചൊല്ലിയായിട്ടുണ്ടാവും. അപ്പോൾ ബന്ധുക്കളുടെ കൂടെ താമസിക്കാൻ അവസരം തന്നുകൊണ്ടെന്ന് ആശാൻ പറയാതെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അധ്യായങ്ങൾ വെക്കേഷൻ തുടങ്ങുക. അതായിരിക്കാം എന്ന് മാത്രം ഉറപ്പില്ല. കാരണം ഞാനും അന്ന് അത്ര മുഴുവൻ മനസ്സിലാക്കിയിട്ടാണല്ലോ. അപ്പം അങ്ങനെ ശങ്കരൻ എൻ്റെ കൂടെ അല്ലേ, എൻ്റെ കൂടെ ട്രൗസർ ഇട്ടൊക്കെ ട്രൗസർ എടുക്കിട്ട് പറയാം. അങ്ങനെ ഇല്ലത്ത് വരികയാണ്. വൈകുന്നേരം ഇല്ലത്ത് വന്ന് അല്ലേ, അന്നവിടെ കൂടി അവിടെ താമസിച്ചു. എന്നിട്ട് പിന്നെ താൻ പറയാം, പിന്നെ പിറ്റേ ദിവസം രാവിലെ കുളിയും നമ്മൾ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുളി തന്നെയാണ്, വേറെ സൗകര്യമൊന്നുമില്ല. അല്ലെ പിന്നെ പുഴക്ക് അതൊന്നും നമുക്കും അറിയില്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് ആ ഒരു കുളം കുളി എന്നൊക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞ് കാൽമണ്ണ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ അന്ന് പരിചയപ്പെട്ടാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം, നമ്മുടെ കുട്ടൻ നായർ. അദ്ദേഹം ഇവിടെ ടൈലറും കടയൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ അന്നത്തെ അദ്ദേഹം പോകുന്നവർ ഉണ്ടായിരുന്നു. പിന്നെ തിരുവേട്ടനാണ് എന്നെ ഒരു ബസ് പെരിന്തൽമണ്ണ കൊണ്ടുപോയി ഉണ്ടായിരുന്നു. ശങ്കരനൊരു വികൃതി പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. വികൃതി പറഞ്ഞാൽ വിശേഷങ്ങളുടെ കൃതിയാണ്, കേമത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കളരിയിൽ കെട്ടിടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താമസിക്കുന്നിടത്തേക്ക് ആ പ്ലാവിൻ്റെ കൂട്ടിൽ കൂടെ ഇറങ്ങിയിട്ട് സ്റ്റെപ്പുകളാണല്ലോ, നാടൻ വെട്ടുകല്ലുകൊണ്ട് കിട്ടി. അതിൻ്റെ മുകളിൽ കൂടെ ശങ്കരൻ സൈക്കിള് ചാടിച്ച് എത്തിയിരുന്നത് ഇപ്പോൾ ഓർക്കുമ്പോഴും ഇപ്പോഴും അത് പേടിയാണ്. എങ്ങനെ സാധിച്ചിരുന്നു? എന്നെ സംബന്ധിച്ച് അന്ന് എനിക്ക് പേടിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞത് ഓർത്താൽ പേടിയാവും. അവൻ ചൊല്ലിട ചൊല്ലുവന ഭയം ഉണ്ടോ ഈ കഥകളി രംഗത്തുനിന്ന്
ഇപ്പോഴെന്തേ അതിന് പോവാതിരിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. അതെൻ്റെ സാധാരണ ഒരു ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ കൊണ്ടു നടക്കുന്ന ഏത് വിഷയമായാലും ശരി അതിനെക്കുറിച്ചൊന്ന് ഇപ്പോൾ നാളെ അവതരിപ്പിക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ അതിനെക്കുറിച്ചൊരു മൊത്തമായിട്ട് ചെറിയ തരത്തിലൊരു ധാരണ ഉണ്ടാക്കിയിട്ട് മാത്രമേ ഞാൻ പുറപ്പെടാറുള്ളൂ. അങ്ങനെ അതാണ് എനിക്കിഷ്ടമായൊരു എൻ്റെ ഒരു ജീവിത ശൈലിയുള്ളൊരു വിഷയം അത്. അപ്പോൾ കഥകളി രംഗം ഇത്രയും ബുദ്ധിമുട്ടി പഠിച്ച ഈ കഥകളി രംഗത്ത് നിന്ന് മാറി വേറൊരു അവസ്ഥയിലേക്ക് വരാൻ എന്താ കാരണം എന്ന് വെച്ചാൽ വളരെ നന്ദിപൂർവ്വം സ്മരിക്കേണ്ടൊരു എൻ്റെ പ്രിയപ്പെട്ടൊരു ഗുരുനാഥൻ്റെ സ്ഥാനത്തുള്ള ഒരാളുണ്ട്, സാക്ഷാൽ കലാമണ്ഡലം ഗോപിയാശാൻ. അല്ല, ശങ്കരൻകുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കഥകളിക്കൊട്ട് പഠിച്ചു. അന്ന് കഥകളിക്കൊട്ട് തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. മറ്റേ അതിൻ്റെ കൂടെ തന്നെ തായമ്പൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, അതൊന്നുമില്ല എന്നുള്ളതല്ല. പക്ഷേ സദനത്തിൽ മുഴുവൻ കഥകളിക്കൊട്ടിനാണ് പ്രാധാന്യം കൊടുത്ത് പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ആ കഥകളിക്കൊട്ടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു എങ്കിൽ കഥകളിക്ക് നല്ലൊരു സംഭാവന അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. ഉണ്ണികൃഷ്ണക്കുറുപ്പാശാനും തിരൂർ അമ്പീശനും സ്ഥിരം, ഗോപി ആശാൻ വേഷത്തിന് സ്ഥിരം. അപ്പോൾ ഗോപി ആശാൻ്റെ വേഷത്തിനൊക്കെ കൊട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വളരെ സുന്ദരമായിട്ട് ഞാൻ കൊട്ടിയിരുന്നു. അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് വിഷയമല്ല, പക്ഷേ ജനങ്ങൾ സമ്മതിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു കാലത്ത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടുള്ളൊരാൾ എന്നെ ഇഷ്ടമാണ്, അതന്നും ഇന്നും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക അരങ്ങ് എൻ്റെ ഓർമ്മയിൽ ആ അരങ്ങ് എന്ന് പറഞ്ഞാൽ മഞ്ചേരി കരിക്കാടമ്പലത്തുള്ള കഥകളിയാണ്. 2 ദിവസത്തെ കളിയാണ്. അദ്ദേഹം പറയണത് എന്താ വെച്ചാൽ മേളവും തായമ്പകയായിട്ട് മാറാൻ കാരണം കഥകളി കൊട്ടണ സമയത്ത് ചെണ്ടയും കൊട്ടിട്ട് ചെണ്ട തോളിലിട്ടിട്ട് കഥകളി രംഗത്ത് കൊട്ടണ സമയത്ത് വേഷക്കാർ തിരിഞ്ഞു നോക്കൽ, ചെണ്ടക്കാരെ പഴച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കൽ, അത് സഹിക്കില്ല. അത് കാരണം കൊണ്ട് ആ ഇടപാട് വേണ്ടാച്ചതാണ് എന്നൊരു ശ്രുതി കേട്ടിട്ടുണ്ട്. വാസ്തവമാണോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ തന്നെയല്ലോ, എനിക്കറിയില്ല കേട്ടോ, ഇത് കേട്ടതാണ്. കൊട്ടാൻ അച്യുന്ന ആശാനുണ്ട്, സദനം വാസുആശാനുണ്ട്, വാസുവേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ആശാൻ, പിന്നെ ഞാനാണ്. അപ്പോൾ ആ അച്യുന്ന ആശാൻ കുബേര വിലോചന കഴിഞ്ഞ ഉടനെ രംഗത്തുനിന്ന് പോയി. പിന്നെ എടുക്കേണ്ട വാസുവേട്ടനാണ്. അദ്ദേഹത്തിന് വരാൻ മതി, ഞാനതിന് പോവില്ല. കാരണം ഇദ്ദേഹം അവിടുന്ന് എന്താണെന്ന് ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ നോക്കി തുടങ്ങിയാൽ അവർക്കൊന്നും അന്ന് പിടിക്കില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അതിൽ ഇളയ കുട്ടിയാണ്, എനിക്ക് പോകാതിരിക്കാനും വയ്യ. എനിക്ക് ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധവും ബോധ്യമുണ്ട്, അത് അന്നും ഇന്നും ഉണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ആ വേർപാട് ഗോപിയാശാനും ശിവരാമൻ അരങ്ങത്തുനിന്ന് എൻ്റെ ഓർമ്മ. അവസാനം ആ ഇരട്ടിവട്ടം കൂടി ഇങ്ങോട്ട് വരികയേ വേണ്ടു, അതുവരക്ക് ഞാനിങ്ങനെ കൃത്യമായിട്ട് കൊണ്ട് ആ അവസാനം പോരാൻ കാലത്ത് ഇതൊരു ശരിയല്ലാണ്ട് ഈ കഥകളിയിൽ തിരനോട്ടേ ഞാൻ കേട്ടിട്ടുള്ളൂ, ഈ തിരിഞ്ഞു നോട്ടം ഞാൻ കേട്ടിട്ടില്ല. ഇദ്ദേഹം അവിടുന്ന് ഒരു തിരിഞ്ഞു നോട്ടം, അപ്പം എൻ്റെ മനസ്സിലത് കൃത്യമായിട്ട് പതിഞ്ഞു. ഇനി ഈ കഥകളി വേഷക്കാരുടെ പിന്നിൽ നിന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് കൊട്ടി തന്നിട്ട് ഒരു ജീവിതം എനിക്കുണ്ടാവരുതെന്ന് മനസ്സിലങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഇവരോട് ആരോടും പറയാൻ പറ്റാത്തൊരു കാലം അതേ, കാരണം അവർ കൊടികെട്ടി പറക്കുന്നൊരു കാലം. അപ്പോൾ അന്ന് മനസ്സിൽ ഉറപ്പിച്ചു, ഇനി ഈ വേഷക്കാർക്ക് കൊട്ടിയിട്ട് എൻ്റെ ജീവിതം കൊണ്ടു നടക്കാനുള്ള അവസ്ഥ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥന ഫലിച്ചുള്ളത് ഇന്നത്തെ എൻ്റെ ജീവിതത്തിന് ഉദാഹരണം. തായമ്പകയിൽ പരമ്പരാഗതമായി 2 ശൈലികളാണ് കണ്ടുവരുന്നത്. ഒന്ന് മലമക്കാവ് ശൈലി,
മറ്റൊന്ന് പാലക്കാട് ശൈലി. ഈ രണ്ട് ശൈലികൾ തമ്മിലുള്ള ഒരു പ്രകടമായ വ്യത്യാസമെന്ന് പറയുന്നത് മലമക്കാവ് ശൈലിയിൽ പതികാലത്തിന് ശേഷം അതേ കാലത്തിൽ തന്നെ പഞ്ചാരിക്കൂറും തുടർന്ന് ചമ്പക്കൂറും കൊട്ടുന്നു. അതിനുശേഷം ഇടകാലവും ഇരികിടയും കൊട്ടി തായമ്പക കലാശിക്കുന്നു. ഇതാണ് മലമക്കാവ് ശൈലി. പാലക്കാട് ശൈലിയിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പതികാലത്തിന് ശേഷം അടന്തക്കൂറാണ് കൊട്ടുന്നത്. അതിനുശേഷം ഇടകാലവും ഇരികിടയും കൊട്ടി തായമ്പക കലാശിക്കുന്നു. ഇതാണ് രണ്ട് ശൈലികളും തമ്മിലുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസം. എന്നാൽ ഈ തായമ്പകയിലെ മഹാരഥന്മാരായിട്ടുള്ള പല്ലാവൂരപ്പുമാരാരും കുഞ്ഞുകുട്ടന്മാരാരുമൊക്കെ അവരെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു തായമ്പകയുണ്ട്, മറ്റൊരു ശൈലിയുണ്ട്. അതൊരു കുറച്ചുകൂടി സംഗീതാത്മകമായിട്ടുള്ള മ്യൂസിക്കലായിട്ടുള്ളൊരു തായമ്പകയാണ് ഇവർ കൊട്ടിപ്പോന്നിരുന്നത്. അതിൽ ഒരുപാട് സംഗീതത്തിന് സാധ്യതയുള്ള എണ്ണങ്ങൾ അവർ കൊട്ടും. അതുപോലെ തന്നെ വളരെ പതിഞ്ഞ അടന്തക്കൂറാണ് ഇവർ കൊട്ടാറുള്ളത്. ഇതിനൊക്കെ സ്വാധീനിച്ച ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കാലത്ത് പാലക്കാടൻ ഗ്രാമങ്ങളിൽ ഒരുപാട് സംഗീത കച്ചേരികളും സാമ്പ്രദായിക ഭജനകളും നാദസ്വര കച്ചേരികളൊക്കെ അരങ്ങേറിയിരുന്നു. ഇതിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവർ ഈ മൃദംഗത്തിലെയും അതുപോലെ തകിലിലെയും ഒക്കെ എണ്ണങ്ങൾ ചെണ്ടയിലേക്ക് സ്വാംശീകരിച്ച് അതിമനോഹരമായ മ്യൂസിക്കലായിട്ടുള്ള തായമ്പകൾ ഇവർ അവതരിപ്പിച്ചു പോന്നിരുന്നു. ഇതാണ് മൂന്നാമത് ശൈലി എന്ന് പറയാവുന്ന പല്ലാവൂർ ശൈലി കൂടി അന്ന് നിലനിന്നിരുന്നു. ഇതൊരു ഭാഗത്ത്. തായമ്പക എന്ന ഈ കേരളീയ വാദ്യകലയെ ഇത്രയും അധികം ജനകീയവൽക്കരിച്ചത് അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്തത് ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണെന്ന് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം തുടർന്നു പോകുന്നതും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള സംഗീതാത്മകമായ സംഗീത വഴിയിൽ കൂടിയുള്ള ഒരു തായമ്പകയാണ്. സുപ്രസിദ്ധമായ പല്ലാവൂർ ക്ഷേത്രമുറ്റത്താണ് നമ്മളിപ്പോഴുള്ളത്. ഈ തിരുനടയിലൊക്കെ തായമ്പക സേവിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഗുരുകടാക്ഷവും ഈശ്വരാധീനം മുന്നിലുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ പറ്റുള്ളൂ. പ്രത്യേകിച്ച് പല്ലാവൂർ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു, തായമ്പകയ്ക്കുള്ള ശൈലി സാധാരണ പറയാറുള്ളത് മലമക്കാവ്, പാലക്കാട്, ഇങ്ങനെ രണ്ട് ശൈലികൾ എന്നാണ് ആ കാലത്ത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടത്. പക്ഷേ എൻ്റെ കേൾവി തുടങ്ങിയ കാലത്ത്, അതായത് എന്തെങ്കിലും കൊട്ടിനെക്കുറിച്ച് അറിഞ്ഞ് കേൾക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു വിഷയമാണ് പാലക്കാട് ശൈലിയുണ്ട്, മലമക്കാവ് ശൈലി, എങ്കിലും ഒരു പല്ലാവൂർ ശൈലി ഉണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അത് തുടങ്ങി വെച്ച ആൾ, അതിലേറ്റവും വലിയ രാജാവായിട്ട് ജീവിച്ച് നമ്മളെ വിട്ടുപോയ ആളാണ് സാക്ഷാൽ പല്ലാവൂർ അപ്പുമാരാർ. പിന്നെ അദ്ദേഹത്തിൻ്റെ അനുജൻ പല്ലാവൂർ മണിയന്മാരാർ, അതിനും താഴെ പല്ലാവൂർ കുഞ്ഞുകുട്ടന്മാരാണ്. വാദ്യലോകത്തെ ത്രിമൂർത്തികളാണ് ഇവർ. ഏതെടുത്താലും ഒന്നാം തരം. പക്ഷേ ഒരാൾ അറിയപ്പെടുന്നത് ഓരോ വാദ്യവിശേഷം. ഇപ്പോൾ പല്ലാവൂർ അപ്പുമാരാണെന്ന് സാധാരണ എടക്ക എന്നുള്ള വിഷയത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പല്ലാവൂർ മണിയന്മാരാർ, കുഞ്ഞുകുട്ടന്മാരാർ, അവർ രണ്ടുപേരും പഞ്ചവാദ്യം തിമലയിലാണ് അറിയപ്പെട്ടിരുന്നത്. എങ്കിലും അവർ തമ്മിലുള്ള ഡബിൾ തായമ്പക, ഇവർ മൂന്ന് പേരും തമ്മിലുള്ള തൃത്തായമ്പക, ഇതൊക്കെ ഒരു കാലത്ത് കേരളത്തിൻ്റെ ശബ്ദം ലോകം മുഴുവൻ എത്തിക്കുന്നൊരു വിഷയമായിരുന്നു. ഒരുപക്ഷെ എനിക്കിപ്പോഴും ഞാനും എൻ്റെ മക്കളും ശ്രീകാന്ത്, ശ്രീരാജൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ജ്യേഷ്ഠ സഹോദരന്മാരാണ് കൊണ്ട് നടന്നത് വെച്ചാൽ ഈ അച്ഛനും മക്കളും കൊണ്ട് ഇങ്ങനെ ഇപ്പോഴും
കഴിഞ്ഞൊരു 10-15 വർഷക്കാലമായിട്ട് അത് ഞാനും എൻ്റെ മക്കളും ത്രിപിളൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പാരമ്പര്യത്തിൻ്റെ വഴിയാണെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾ തായമ്പക കൊട്ടാൻ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ രണ്ടും സിംഗിൾ തായമ്പകയായിട്ടാണ് കൊട്ടിയിരുന്നത്. ആദ്യം എൻ്റെ സിംഗിൾ, അത് കഴിഞ്ഞാൽ ഏട്ടൻ്റെ സിംഗിൾ, അങ്ങനെയായിരുന്നു. പിന്നെ ഡബിൾ കൊട്ടാൻ തുടങ്ങിയത് അച്ഛൻ്റെ അമ്മാവൻ്റെ മകനായിട്ടുള്ള സദനം രാമേന്ദ്രമാര, അദ്ദേഹമാണ് ഞങ്ങളെ സിദ്ധാപുത്തൂർ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട്. ഞങ്ങൾ ഒന്നും 2 സിംഗിളാണ് വെച്ചിരുന്നത്. ആദ്യം ശ്രീരാജിൻ്റെ, പിന്നെ എൻ്റെ ആയിരുന്നു. അന്ന് അദ്ദേഹം ചോദിച്ചു നമുക്ക് ഡബിളാക്കിയാൽ എന്താണെന്ന് ചോദിച്ചു. അതൊരു വലിയ കാര്യമായി. പിന്നെ ഡബിളിനായി കൂടുതൽ. ഇത് മുതലാണ് ഡബിൾ തായമ്പ കൊട്ടി തുടങ്ങിയത്. പിന്നെ ട്രിപ്പിൾ കൊട്ടിയത് അവർ ഗുരുവായൂർ അമ്പലത്തിൽ തുടങ്ങി. പിന്നെ അനവധി വേദികളിൽ നാട്ടിലും മറുനാട്ടിലും ഒക്കെ ആയിട്ട് അനവധി വേദികളിൽ കൊട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഇതേമാതിരിയാണ് കൊട്ടുമ്പോഴും അച്ഛൻ്റെ കൂടെ കൊട്ടുമ്പോഴും അത് എപ്പോഴും ശ്രദ്ധിച്ച് നിൽക്കണം. ഈ അച്ഛൻ കേശവേട്ട കഥ പറഞ്ഞ മാതിരിയാണ് ഞങ്ങൾക്ക് അച്ഛനെ പറയാനുള്ളത്. കാരണം എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഒരു കോല് എവിടെയാണ് മറിക്കണത്, ഒരു കൈ എവിടെ വെക്കണത് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അത് ധർമ്മം നമുക്ക് കിട്ടില്ല. അപ്പം അങ്ങനെ ട്രിപ്പിൾ തായമ്പ ഒരുപാട് നടക്കണം. ഇപ്പോഴും നടന്നു വരുന്നു. ജനങ്ങൾ സ്വീകരിച്ചു. ഇപ്പോഴും സുഖമായിട്ട് കൊട്ടി വരുന്നുണ്ട്. ഞാൻ മട്ടന്നൂരിൽ നിന്ന് വിട്ട് പേരൂർ സദനത്തിൽ വന്ന സമയത്ത് ഇവിടെ അടുത്തുള്ള ചില കാവുകൾ, അമ്പലങ്ങൾ, അവിടെയൊക്കെ പോയിട്ട് താലപ്പൊലി ഇല്ലെങ്കിൽ ഉത്സവങ്ങൾ അതൊക്കെ പോയി കണ്ട് കേൾക്കുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എൻ്റെ ഗുരുനാഥൻ വാസുദേവൻ തന്നെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് പല സ്ഥലത്തും. അതിൽ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് ഇവിടെ അടുത്ത് മണ്ണൂർ കൈമത്ത് കാവ് എന്നാണ് പറയാം. അവിടെ എൻ്റെ ഓർമ്മയിൽ കാണുന്ന ആദ്യത്തെ ഒരു തായമ്പക സാക്ഷാൽ പല്ലാവൂരപ്പന്മാരായിരുന്നു. അദ്ദേഹം രണ്ടാമതാണ് അന്ന് കൊട്ടി. 2 തായമ്പയാണ്, 2 സിംഗിൾ തായമ്പ. അന്ന് ഡബിളൊന്നും ഇല്ലാത്തൊരു കാലം. 2 സിംഗിൾ തായമ്പക. ആദ്യത്തെ പൂക്കാട്ടി ദിവാകര പൊതുവാൾ. എനിക്കന്ന് അവരൊന്നും അറിയില്ല. ഞാനിങ്ങനെ സദനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് പോയിട്ട് മുന്നിലിരുന്ന് കേൾക്കുകയാണ്. അത് കഴിഞ്ഞുകൊണ്ട് പല്ലാവൂരപ്പന്മാരായിരുന്നു. 2 സുമുഖന്മാരും സുന്ദരന്മാരായിരുന്നു. ഇങ്ങനൊരു കൊട്ടോ എനിക്കൊക്കെ എന്നെങ്കിലും ഇതേ സ്ഥലത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് കൊട്ടാനുള്ളൊരു യോഗമോ ഭാഗ്യമോ ഉണ്ടാവുക ശരിക്കും മനസ്സറിഞ്ഞിട്ട് തോന്നിയൊരു വികാരമായിരുന്നു. ഞാനീ പറയുന്നത് നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ? ഈ പഴയ കാലത്ത് മട്ടന്നൂരെ വീട് ഒഴിവാക്കിയിട്ട് ഇവിടെ വന്ന് ഈ വീടിൻ്റെ താക്കോല് കിട്ടുമെന്ന് ഞാൻ നിനക്ക് നീ അന്ന് പറഞ്ഞിരുന്ന കാര്യം ഇന്ന് ചെയ്തു തന്നിരുന്നു. പിന്നെ അങ്ങനെ നമുക്ക് ഈ വീട് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലേ? 1 മാസം നിർത്തി പണിയെടുത്തിട്ടല്ലേ ഇത് ഇങ്ങനെ ആക്കിയത്, ഓർമ്മയില്ലേ? വേറെ സ്ഥലത്ത് നിന്ന് അവരെ കൂടെ വേറെ വീടെടുത്തുകൊണ്ട്
താമസിപ്പിച്ച് അമ്മയും അച്ഛനും കൂടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ അന്ന്. നമ്മൾ അപ്പുറത്തെ ആ ഒരു ചെറിയൊരു നിരമ്പരവാര് കിട്ടിയാന്ന് ഓർമ്മയുണ്ട് എനിക്ക്. ആ കാലത്താണ് വല്ലങ്ങി മാളക്കാർ ഇവിടെ വന്നത്. വെള്ളിനഴി ഹൈസ്കൂളിൽ ഞാൻ വന്നത് 1990-ലാണ്. ഒരു കഥകളി ചെണ്ട അധ്യാപകനായിട്ടാണ് വന്നതും. അപ്പോൾ ഞങ്ങൾക്ക് മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഈ വിഷയമുണ്ട്. പിന്നെ അതല്ലാത്ത സമയത്ത് മറ്റ് മാഷന്മാർ ചില ആൾക്കാർ ലീവൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ, ഇതിൽ മാത്രം മാഷാകുന്ന എല്ലാറ്റിലും ആവാമല്ലോ. അറിയുന്ന വിഷയം കുട്ടികളെ പഠിപ്പിക്കൽ വിഷയമാണ്. ഇപ്പോൾ സോഷ്യൽ സ്റ്റഡീസ്, ഇപ്പോൾ ലണ്ടനിൽ പോയാൽ എങ്ങനെയാണ്, ഏതാണ് മെയിൻ എയർപോർട്ടോ ഹീത്രോ ആണെന്നൊക്കെ നമുക്കും പറഞ്ഞു കൊടുക്കാമല്ലോ. പുസ്തകം നോക്കാണ്ട് അനുഭവിച്ചിട്ടുള്ള പാഠമാണ് അത്. അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് പോയാൽ രസകരമായിട്ട് ഞാൻ. അപ്പോൾ വെള്ളിനഴി സ്കൂൾ, പിന്നെ മറ്റൊരു സ്കൂളിലും പോകേണ്ടി വന്നിട്ടുമില്ല. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എഴുതി വെച്ചൊരു വർഷങ്ങൾ കണ്ടിട്ടുണ്ടാവും, GHSS എൻ്റെ സ്വന്തം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്വന്തം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അതായത് ഞാൻ മറ്റ് ഏത് സ്കൂളിലും ഈ പോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് പോകേണ്ടി വന്നിട്ടില്ല. ഇവിടെ 10-20 വർഷം കൃത്യമായിട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ ആ സ്കൂള് ചെന്നാൽ ഒരു ഗൃഹാതുരത്വം, നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്നൊരു വിഷയമുണ്ടല്ലോ, അത് ഇപ്പോഴും ഉണ്ട്. പിന്നെ അവിടുത്തെ മാഷന്മാരായിട്ട് അന്നുള്ളവരും പിരിഞ്ഞ് പോയിട്ടുള്ളവരും അവരൊക്കെ ആയിട്ടുള്ളൊരു അഭേദ്യമായ ബന്ധം ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളിനഴി എന്ന് പറഞ്ഞാൽ അല്ലേ ഗവൺമെൻറ് ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളായി, ഇതൊക്കെ വെച്ചാൽ അതൊക്കെ നമ്മുടേതാണെന്നുള്ളൊരു തോന്നലാണ്. ഗണപതിക്കയ്യൻ്റെ വായിത്താര് നമുക്കറിയാം, എങ്ങനെയാ പറയാ, കുറച്ചും കൂടി ഒച്ചത്ത് പറയും. ഗീ ക നഗതരക അങ്ങനെ പറഞ്ഞോട്ടെ. തൃശ്ശൂർ പൂരം പോലുള്ള സംഗതിയിൽ ഇനി ആരാ അടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പല പൂരത്തിൻ്റെ ഏറ്റവും വലിയ ആൾക്കാരായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ഇപ്പോൾ കാച്ചാങ്കുറിച്ചി ഈശ്വരന്മാരാർ, അദ്ദേഹം അവരൊക്കെ ഇനി ശങ്കരൻകുട്ടിക്കാണ് അതിനുള്ളൊരു പ്രാപ്തിയുള്ളൂ എന്ന് അവരുടെ ഉള്ളിൽ അത് തോന്നണമെന്നുണ്ടെങ്കിൽ അവരത് രണ്ട് കാര്യമാണ്. ദീർഘവീക്ഷണം അവരുടെ ദീർഘവീക്ഷണം ഒന്നത്. പിന്നെ നമ്മൾ ആ വിഷയത്തിൽ കാണിക്കുന്ന സത്യസന്ധതയും കൃത്യനിഷ്ഠയും നമ്മളെല്ലാ രീതിയിലും അത് നമ്മുടെ ജീവിതത്തിൽ കൊട്ടിലും നടപ്പിലും ഇരിപ്പിലും കൊണ്ടു നടക്കാൻ സാധിച്ചാൽ അതൊരു ജന്മസുഹൃതാവും. അത്രയും നമ്മൾ ചെയ്യേണ്ടു പോരെ. അപ്പം മട്ടന്നൂരിനെ പറ്റി പറയുമ്പോൾ മേളം പഠിച്ച് മട്ടന്നൂർ വന്ന് വെള്ളിനേഴിയിൽ വന്നു, അല്ലെങ്കിൽ സദനത്തിൽ പഠിക്കുമ്പോഴായാലും വള്ളുവനാടിൻ്റെ മേള സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഉന്നതനായ കലാകാരനാണ് മട്ടന്നൂർ. അപ്പോൾ വള്ളുവനാടിൻ്റെ മേള സംസ്കാരം എന്ന് പറയുന്നത് തായമ്പകയാണ് വള്ളുവനാടിൻ്റെ മേള സംസ്കാരം. മറ്റു മേളങ്ങൾ ഇവിടെ ഉണ്ട്, വേലയ്ക്കൊക്കെ നിരവധി മേളങ്ങളുണ്ട്. പ്രധാനപ്പെട്ട മേളങ്ങളേക്കാൾ അപ്പുറം തായമ്പകയിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചിരുന്നതും
അതിലാണ് അദ്ദേഹം പ്രശസ്തന്. എങ്കിലും അദ്ദേഹത്തിന് മേളവും അറിയാം, മേളവും കൂട്ടും. അദ്ദേഹം തിരുവമ്പാടിയിൽ വന്നു, തൃശ്ശൂർ വന്നു, അടിയന്തരക്കാരനായി തുടങ്ങി. 36 വർഷം പൂരത്തിൽ കുട്ടി, 6 കൊല്ലം പ്രമാണിയായി എന്ന് പറഞ്ഞാൽ ഒരു മേള പ്രാമാണികന് വേണ്ട എല്ലാ പാണ്ഡിത്യവും ഗുരുക്കന്മാരിൽ നിന്നും പൂർവ്വസൂരികളിൽ നിന്നും പ്രയോക്താക്കളായിട്ട് സഹപ്രവർത്തനമായിട്ട് അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം അത് ഇപ്പോഴും നടത്തുന്നുമുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മേളശൈലി, എൻ്റെ മേളശൈലി അല്ലെങ്കിൽ പെരുവന ശൈലി, അങ്ങനെ ഞാനതിനെ എടുത്ത് പറയുന്നില്ല, അത് ആസ്വാദകനാണ് പറയേണ്ടത്. അപ്പോൾ ഏത് നല്ലത് ഏത് പൊട്ട എന്നുള്ളതും ആസ്വാദകനാണ് തീരുമാനിക്കുക. ഇതൊക്കെ മേളം ഒന്നാണ്, കൊട്ടുന്ന ആൾക്കാരും ഞങ്ങളൊന്നാണ്. അതിൻ്റെ ചെണ്ടയുടെ ശബ്ദം ഒന്ന് തന്നെയാണ്. അതിൽ മൂപ്പിൻ്റെ ശ്രുതിയുടെ കാര്യത്തിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒന്ന് തന്നെയാണ്. അതിൽ വേണ്ട ഘടകങ്ങളെല്ലാം ചേർന്ന് ഞാൻ കൊട്ടിയാലും മട്ടന്നൂർ കൊട്ടിയാലും കുട്ടികൾ കൊട്ടിയാലും വലിയവർ കൊട്ടിയാലും മേളം വേണ്ട വിധത്തിൽ ചെയ്താൽ മേളമായാൽ എല്ലാം ഒന്നാവാൻ അവർക്ക് സാധിച്ചാൽ ഏത് തലത്തിലായാലും, വിളംബകാലത്തിലായാലും ദ്രുതകാലത്തിലായാലും മേളം ആസ്വദിക്കാൻ എല്ലാവർക്കും സാധിക്കും. അതാണ് മേളത്തിൻ്റെ പ്രത്യേകത. അതിന് എങ്ങനെ വേണമെന്ന് അറിഞ്ഞ് പ്രയോഗിക്കാൻ കഴിവുള്ള ഒരു മഹാനായ കലാകാരനാണ് ശ്രീ മട്ടന്നൂർ. അതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ തായമ്പകയും കഥകളിക്കൊട്ടും പഞ്ചാരി മേളമായാലും പാണ്ഡ്യമേളമായാലും ഇനി വേണമെങ്കിൽ പഞ്ചവാദ്യം തിമല പ്രമാണിയായി പ്രവർത്തിക്കാനും മട്ടന്നൂർ സാധിക്കും. അദ്ദേഹം പൂർവ്വസൂരികളെ പോലെ ഒരു സർവകലാവല്ലഭൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കേസരി ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ നവീന ചിത്രകല എന്ന് പറയുന്ന പുസ്തകത്തിന്റെ തുടക്കത്തെ പറയുന്നുണ്ട്. സുന്ദര കലാലോകത്തിലെ മുതലാളിമാരാണ് കവികളും എഴുത്തുകാരും, അതിലെ തൊഴിലാളികളാണ്, ഉടൽ വേർക്കുന്നവരാണ് എപ്പോഴും നാടകക്കാരും പാട്ടുകാരും കൊട്ടുകാരും നടന്മാരും വാദ്യക്കാരും അങ്ങനെ അടങ്ങിയ കലാകാരന്മാരും കലാകാരികളും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഉടൽ വേർക്കുന്ന കലാകാരനെ ഒരുപക്ഷെ സംഗീത അക്കാദമി പോലെ ഒരു മഹാസ്ഥാപനത്തിന്റെ ചെയർമാൻഷിപ്പിലേക്ക് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു സന്ദേശമാണ് എന്ന് ഞാൻ വിചാരിക്കണം. അത് വളരെ സന്തോഷമുണ്ട്. ചെയർമാന്റെ ബൈക്ക് അല്ലേ? പക്ഷെ എൻട്രി ചെയ്യണം. ഓക്കെ, ഇത് വേണമല്ലോ. കരടായിട്ട് കൊടുക്കില്ല. രാവിലത്തെ സമയത്ത് 10 മണി തന്നെയാണ്. അല്ല, അന്ന് രാവിലെ 10 മണിക്ക് വിളിച്ചാൽ 17-ാം തീയതി നമ്മുടെ യോഗം 10 മണിക്ക് തുടങ്ങി ഉച്ചയാകുമ്പോഴേ ജനറൽ റോഡ്സ് തീരുക. അതൊരു നോമിനേഷനിലേ ഉള്ളൂ, അതായത് ഇലക്ഷനേ ഉള്ളൂ. 3 എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആ ഒരു യോഗത്തിൽ. ഒന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരുപാട് മേഖലകളുണ്ട്. അവർക്ക് വേണ്ടി ആരും പറയാനുണ്ട്, അവർക്ക് ശബ്ദമില്ല. അങ്ങനെയുള്ള കലാകാരന്മാർക്ക് ആവശ്യമുള്ള സംരക്ഷണം നമ്മൾ രണ്ടുപേരും അത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ തമ്മിലുള്ള ദീർഘകാലത്തൊരു സഹോദര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഒരു സംഘർഷവും ഇല്ല. വളരെ വളരെ നല്ല നിലയിൽ ഈ സ്ഥാപനം കാര്യങ്ങൾ കൃത്യമായി നടക്കണമെന്നാണോ? അതെ അതെ. ഇതിപ്പോ നമ്മുടെ അധികാരം ഏറ്റെടുക്കല് തന്നെ കേരളം മുഴുവൻ ഏറ്റെടുത്തുള്ളൂ. ഒരു അധികാരം ഏറ്റെടുക്കല. കാരണം 3 പെർഫോമൻസ് തന്നെ നേരിട്ട് ഭാരവാഹിത്വത്തിൽ വന്ന ആദ്യത്തെ അക്കാദമിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ തായമ്പയുടെ ഒരു പെർഫെക്ഷനാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അതായത് ഇപ്പോൾ എണ്ണങ്ങൾ കൊട്ടുകയാണെങ്കിൽ അത് അത്രത്തോളം തെളിച്ചത്തോടുകൂടിയായിരിക്കും കൊട്ടുക. ഇടത് കൈയുടെ ഒക്കെ സ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ വളരെ വ്യക്തമായിരിക്കും. വലത് കൈ ഉരുട്ടി കൊട്ടുക എന്ന് വെച്ചാൽ അസാമാന്യമായിട്ടുള്ള സാധകമുണ്ട്. ഈ സാധകം അതേപോലെ കൈ തെളിച്ച് കൊട്ടുക, ഇത്തരത്തിലുള്ള സംഗതികൾ വേറെയും ചില ചെണ്ടക്കാർക്ക് അല്ലെങ്കിൽ വേറെയും പല വിദഗ്ധരായിട്ടുള്ള ചെണ്ടക്കാർക്കുണ്ട്, അല്ലെങ്കിൽ തായമ്പക്കാർക്കുണ്ട്. പക്ഷേ മട്ടന്നൂരിനെ അതിലൊരു വ്യത്യസ്തമാക്കുന്നൊരു ഘടകം എന്ന് വെച്ചാൽ നമുക്കറിയാം, അടുക്കി പെറുക്കി ക്രമപ്പെടുത്തിയ ഒരു തായമ്പകയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആ ഒരു ക്രമപ്പെടുത്തലുണ്ട്. അതായത് നമുക്കറിയാം, ഈ ഭാവനയെ ഇപ്പോൾ കോളേജിനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, ഭാവനയെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് 2 തരത്തിലുള്ള ഭാവനകളായിട്ട് മാറും. ഒന്ന് ക്രമപ്പെടുത്താതെ
അതിൻ്റേതായിട്ടുള്ള വഴിക്ക് വിടുന്ന ഒരു ഭാവന. മറ്റേതങ്ങനെയല്ല, അങ്ങനെ പോകാതെ അതിനെ ക്രമപ്പെടുത്തിയെടുക്കുന്ന ഏറ്റവും ഉയർന്ന ഭാവന എന്ന് കോളേജ് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ ഈ ഏറ്റവും ഉയർന്ന ഭാവനയുടേതായിട്ടുള്ള, അതായത് ഒരു മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഇമാജിനേഷനെ വെറുതെ അതിൻ്റെ വഴിക്ക് വിടുകയല്ല, അതിന് പകരം അതിനെ തൻ്റെ വാദ്യത്തിലൂടെ ഒരു ക്രമപ്പെടുത്തിയ തരത്തിൽ അവതരിപ്പിക്കാനുള്ളൊരു ശേഷി, അത് മട്ടന്നൂരിനെ തീർച്ചയായിട്ടും വ്യത്യസ്തനാക്കുന്നൊരു ഘടകമാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തായമ്പയോട് കൂടി ഇനി ഇതിനപ്പുറത്തേക്ക് തായമ്പയ്ക്ക് വികസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. നിഷ്കിഞ്ചനാം ഭൂസുരനേ പൊക്കമേറും സൗധമേറ്റി സൽക്കരേറ്റതും ഓർത്താൽ മൽഭാഗ്യം എന്തു ചൊൽബൂ പുഷ്കര